ഉത്സവമാണെങ്കിലും പെരുന്നാളാണെങ്കിലും എല്ലാവരും ഒരേപോലെ ഒന്നിച്ച് നിൽക്കുന്ന നാട് വേറെ എവിടെയുമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം ബന്തെടുക്ക മാത്രമല്ല, കേരളത്തിലെ പല സ്ഥലങ്ങളും ഇപ്പം ഇതേപോലെയാണ്. എല്ലാവരും എന്ത് പരിപാടിക്കാണെങ്കിലും ഒന്നിച്ചുണ്ടാവും. ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ശോഭയാത്ര കാണാൻ വേണ്ടി ഞാൻ പോയത് നമ്മുടെ ബന്തെടുക്കലേക്കാണ്. 7 സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ശോഭയാത്ര നമ്മുടെ ബന്തെടുക്ക ടൗണിൽ ഒന്നിച്ചു കൂടും. ഇത് കാണാൻ വേണ്ടിയാണെങ്കിലോ ഒരുപാട് ആളുകളും ഉണ്ടാവും. ഇന്നലെ തന്നെ ഞാൻ അവിടെ അടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ പൊക്കത്ത് കയറി നിന്നിട്ടാണ് ഈ ശോഭയാത്ര എല്ലാം കണ്ടത്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ എനിക്ക് തോന്നിയായിരിക്കും കഴിഞ്ഞ വർഷത്തെ അത്രയും ആൾക്കാർ ഇപ്രാവശ്യം ഇല്ലായിരുന്നോ എന്ന് ചെറിയൊരു ഡൗട്ട്. കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. കഴിഞ്ഞ വർഷം ശോഭയാത്രയ്ക്ക് മാണിമൂലക്കാരുടെ DJ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നല്ല DJയിൽ ഒഴിവാക്കിയിട്ട് ഫ്യൂഷനൊക്കെയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ ഇപ്രാവശ്യം ഒരു കുട്ടിയാന ഉണ്ടായിരുന്നു കേട്ടോ. ഒറിജിനൽ ആനയല്ല, അതിൻ്റെ ഉള്ളിൽ മനുഷ്യന്മാരാണ്.